മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് ഡ്രൈവറായി നിയോഗിച്ചത് കോഴിക്കോട് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഒടുവിൽ വിവാദമായപ്പോൾ മാറ്റുകയും ചെയ്തു. സംഭവം വിവാദമാകുമെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മുഖ്യമന്ത്രി എത്തുന്നതിന് തൊട്ടുമുൻപാണ് ഡ്യൂട്ടിയിൽ നിന്നും ഉദ്യോഗസ്ഥനെ മാറ്റിയത്. മലാപ്പറമ്പിൽ വാടക ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിക്ക് ഒത്താശ ചെയ്തെന്ന ആരോപണം നേരിടുന്ന പോലീസുകാരനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ ഡ്രൈവറായി ചുമതലപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്കാണ് ആരോപണ വിധേയനായ പോലീസുകാരനെ അകമ്പടി വാഹനത്തിലെ ഡ്രൈവറാക്കിയത്. എന്നാൽ സിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിവരം അറിഞ്ഞതോടെ ഇയാളെ ഈ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി യാത്ര പുറപ്പെടുന്നതിന് 25 മിനിറ്റ് മുൻപാണ് അടിയന്തരമായി ഇയാളെ മാറ്റിയത്. പകരം മറ്റൊരു ഡ്രൈവറെ ചുമതലപ്പെടുത്തി. ഇയാൾക്ക് സേനയിലോ ഭരണപക്ഷത്തോ ഉള്ള ആരുടെയെങ്കിലും സഹായമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേരെയാണ് കേസിൽ നടക്കാവ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെടെ 2 പോലീസുകാരെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് സേനാംഗം സീനിയർ CPO ഷൈജിത്ത്, ഏലത്തൂർ പോലീസ് സ്റ്റേഷൻ CPO സനിത്ത്, നേരത്തെ അറസ്റ്റിലായ ബിന്ദുവിന്റെ സുഹൃത്ത് വട്ടോളി, പറങ്ങാട് സ്വദേശിയും ഇപ്പോൾ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ആളുമായ MK അനീഷ് എന്നിവരെയാണ് കേസിൽ 10, 11, 12 പ്രതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നടക്കാവ് ഇൻസ്പെക്ടർ N പ്രജീഷിന്റെ അന്വേഷണത്തിൽ പോലീസുകാർക്ക് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പണം ലഭിച്ചതായി സൂചന ലഭിച്ചിരുന്നു. ഇവർ കേന്ദ്രവുമായി ബന്ധം പുലർത്തുകയും കേന്ദ്രത്തിന് നിരന്തരം ഒത്താശ ചെയ്തതായും വിവരം ലഭിച്ചു. തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുകയായിരുന്നു. നേരത്തെ അറസ്റ്റിലായ പ്രതികളുടെ കേസിനൊപ്പം 3 പേരെ ഉൾപ്പെടുത്തി FIR കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് സേനയ്ക്ക് തന്നെ അവമതിപ്പുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കടുത്ത നടപടിയെടുത്തതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാർ നേരത്തെ വിജിലൻസിലും കൺട്രോൾ റൂം വിഭാഗത്തിലുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99.